നമസ്കാരം. ശബരിമല തന്ത്രിസ്ഥാനം താഴമൺ കുടുംബം ഒഴിയണമെന്ന് ബി.ജെ.പി. നേതാവ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിനും കോടാനുകോടി സ്വാമി ഭക്തർക്കും ഇത്രയേറെ അവമതിപ്പും ദുഃഖവും ഉണ്ടാക്കിയ മറ്റൊരു കുടുംബമില്ല. മുൻപ് ശബരിമലയിൽ ആചാര ലംഘനം നടത്തി അശുദ്ധി വരുത്തിയ മനിതി സംഘം പോലും വരുത്താത്ത അത്രയും വലിയ അശുദ്ധിയാണ് തന്ത്രി കുടുംബം കാരണം ശബരിമലയ്ക്ക് ഉണ്ടായത്. മനിതി സംഘം വരുത്തിയ അശുദ്ധി പരിഹാര ക്രിയകളിലൂടെ ശുദ്ധമാക്കാൻ കഴിയും. എന്നാൽ തന്ത്രിമാരുടെ ഭാഗത്തു നിന്നുമുണ്ടായ തെറ്റുകൾക്ക് എന്താണ് പരിഹാരമെന്ന് അദ്ദേഹം ചോദിച്ചു. മുൻ തന്ത്രി മോഹനര് തന്ത്രിയെ അനാശാസ്യ കേന്ദ്രത്തിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. തുടർന്ന് അദ്ദേഹം ജയിലിൽ കിടക്കുകയും ക്രിമിനൽ കേസിൽ വിചാരണ നേരിടുകയും ചെയ്തു. ധർമ്മശാസ്താവിന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവത്തിലുള്ള പ്രതിഷ്ഠയുള്ള ശബരിമലയിലെ തന്ത്രിയാണ് അന്ന് അറസ്റ്റിലായത്. മോഹനരുടെ സഹോദരനായ രാജീവരാകട്ടെ വ്യാജരേഖ ചമച്ച് സ്വർണ്ണക്കൊള്ള നടത്തിയ 2 കേസുകളിലെ പ്രതിയാണ്. പ്രതിഷ്ഠാമൂർത്തിയുടെ പിതൃസ്ഥാനമാണ് തന്ത്രിക്ക് എന്നതാണ് അവകാശവാദം. അങ്ങനെയാണ് എങ്കിൽ പ്രതിഷ്ഠയെ തകർക്കാൻ കൂട്ടുനിന്ന പിതാവ് എന്ന ദുഷ്പേര് കൂടിയാണ് രാജീവരർക്ക് ലഭിക്കുക എന്നും കെ.എസ്. രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. മോഹനര് ജയിലിൽ കിടന്നപ്പോൾ തന്റെ മകൻ മഹേശ്വരരെ തന്ത്രിയാക്കണമെന്നാവശ്യപ്പെടുകയും ക്ഷേത്രത്തിന്റെ ഉടമകളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായി വിചാരണ നേരിടുന്ന രാജീവര് തന്റെ മകൻ ബ്രഹ്മദത്തനെ തന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുകയാണ്. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട് വിചാരണ നേരിടുന്നവരുടെ മക്കൾക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള പദവിയാണോ ശബരിമല തന്ത്രിസ്ഥാനമെന്നും അദ്ദേഹം ചോദിച്ചു. ക്ഷേത്ര തന്ത്രിമാരെ തൽസ്ഥാനത്ത് നിന്നും മാറ്റാൻ ക്ഷേത്ര ഉടമകൾക്ക് പൂർണ്ണമായ അവകാശമുണ്ട്. ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ച് തന്ത്രികളെ മാറ്റാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ട് എന്ന് കോടതി വിധികളുമുണ്ട്. കർണാടക ഹൈക്കോടതി വിധി പ്രകാരം പരമ്പരാഗത തന്ത്രി കുടുംബത്തിലെ നിയമപ്രകാരം അർഹതയുള്ള അംഗത്തിന് മാത്രമേ തന്ത്രിയാകാൻ യോഗ്യതയുള്ളൂ. എന്നാൽ ഗായത്രി മന്ത്രം പോലും അറിയാത്തവരും ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ നിശ്ചയമില്ലാത്തവരും ശബരിമല തന്ത്രി ആയിട്ടുണ്ട് എന്ന് ഇക്കാര്യത്തെക്കുറിച്ച് സമഗ്രമായി പഠിച്ച ജസ്റ്റിസ് പരിപൂർണൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യവും നാം ഓർക്കണം. ശബരിമല തന്ത്രിമാർക്ക് തന്ത്രവിധിയിൽ കൃത്യമായ വിജ്ഞാനവും പരിശീലനവും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നിയമനാധികാരിയായ ദേവസ്വം ബോർഡിനുണ്ട്. തന്ത്രികളെ നിയമിക്കാൻ അധികാരമുള്ളവർക്ക് അവരെ നീക്കാനും നിയമപരമായി അധികാരമുണ്ട്. തന്ത്രി കുടുംബം എന്ത് തെറ്റ് ചെയ്താലും അവരെ മാറ്റാൻ പാടില്ല എന്ന വാദം യുക്തിസഹമല്ല. ക്രിമിനൽ കേസിൽ നടപടികൾ നേരിടുന്ന പ്രതികൾ നിർദ്ദേശിക്കുന്ന ആരെയും യോഗ്യതകൾ പരിഗണിക്കാതെ കുടുംബ പാരമ്പര്യം മാത്രം നോക്കി നിയമിക്കേണ്ട യാതൊരു ബാധ്യതയും ദേവസ്വം ബോർഡിനില്ല എന്നും ബി.ജെ.പി. നേതാവ് വ്യക്തമാക്കി. ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: താഴമൺ കുടുംബം ശബരിമല തന്ത്രിസ്ഥാനം ഒഴിയണം. കാരണം ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിനും കോടാനുകോടി സ്വാമി ഭക്തർക്കും ഇത്രയേറെ അവമതിപ്പും ദുഃഖവും ഉണ്ടാക്കിയ കുടുംബം വേറെയില്ല. ശബരിമലയിൽ ആചാര ലംഘനം നടത്തി അശുദ്ധി വരുത്തിയ മനീതി സംഘം പോലും തന്ത്രി കുടുംബം ചെയ്ത അത്രയ്ക്ക് അശുദ്ധി ശബരിമലയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. കാരണം മനീതി സംഘം ചെയ്ത അശുദ്ധി പരിഹാരക്രിയ ചെയ്ത് ശുദ്ധമാക്കാൻ കഴിയും. മോഹനര് തന്ത്രിയെ വേശ്യപ്പുരയിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. ജയിലിൽ പോയി ക്രിമിനൽ കേസിൽ വിചാരണ നേരിട്ടു. ധർമ്മശാസ്താവിന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യഭാവ പ്രതിഷ്ഠയുള്ള ശബരിമലയിലെ തന്ത്രിയെയാണ് വേശ്യപ്പുരയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഹനരുടെ സഹോദരൻ രാജീവര് വ്യാജരേഖ ചമച്ച് സ്വർണ്ണക്കൊള്ള നടത്തിയ 2 കേസുകളിലെ പ്രതിയാണ്. പ്രതിഷ്ഠാമൂർത്തിയുടെ പിതൃസ്ഥാനം തന്ത്രിക്കാണ് എന്നതാണ് അവകാശവാദം. അങ്ങനെയെങ്കിൽ പുത്രഹത്യയ്ക്ക് കൂട്ടുനിന്ന പിതാവ് എന്ന ദുഷ്പേര് കൂടി രാജീവരർക്ക് ലഭിക്കും. ഇതിനെന്ത് പരിഹാരമാണുള്ളത്? മോഹനര് ജയിലിൽ കിടന്നപ്പോൾ തന്റെ മകൻ മഹേശ്വരരെ തന്ത്രിയാക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിന്റെ ഉടമകളാണ് തന്ത്രികളെ നിയമിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ശബരിമല ക്ഷേത്രത്തിന്റെ ഉടമകൾ. അവർ അത് അംഗീകരിച്ച് മോഹനരുടെ മകൻ മഹേശ്വരര് തന്ത്രിയായി. രാജീവരര് സ്വർണ്ണക്കൊള്ള നടത്തിയതിന് ജയിലിൽ കിടക്കുകയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട് വിചാരണ നേരിടുകയും ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ബ്രഹ്മദത്തരെ തന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കത്ത് നൽകിയിരിക്കുകയാണ്. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട് വിചാരണ നേരിടുന്നവരുടെ മക്കൾക്ക് വേണ്ടി സംവരണം ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള പദവിയാണോ ശബരിമല തന്ത്രിയുടേത്? ക്ഷേത്ര തന്ത്രിമാരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ക്ഷേത്ര ഉടമകൾക്ക് അവകാശമുണ്ടോ? ഇക്കാര്യം കേരള ഹൈക്കോടതി സൂക്ഷ്മമായി പരിശോധിച്ചതുകൊണ്ട് 2025 വിധി പറഞ്ഞു. തന്ത്രി സമാജം കൊടുത്ത കേസിലായിരുന്നു ഈ വിധി. ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ തന്ത്രികൾക്കുള്ള അധികാരം കോടതി അംഗീകരിച്ചു. എന്നാൽ ഭരണഘടനയ്ക്കും നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസരിച്ച് തന്ത്രികളെ മാറ്റാൻ ഉടമകൾക്ക് അധികാരമുണ്ട് എന്നും കോടതി പറഞ്ഞു. കർണാടക ഹൈക്കോടതി 2025 പരമ്പരാഗത തന്ത്രി കുടുംബത്തിലെ നിയമപ്രകാരം അർഹതയുള്ള അംഗം മാത്രമേ തന്ത്രിയാകാൻ പാടുള്ളൂ എന്നും വിധിച്ചു.
തന്ത്രവിധിയിലും പ്രാവീണ്യവും പരിശീലനവും നേടിയ വ്യക്തിയായിരിക്കണം തന്ത്രി എന്നും ഈ വിധിയിൽ വിശദീകരിച്ചു. തന്ത്രി സ്ഥാനത്ത് അവരോധിക്കപ്പെടുന്ന വ്യക്തി തന്ത്രവിദ്യ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തിരിക്കണമെന്ന് സാരം. ഗായത്രി മന്ത്രം പോലും അറിയാത്തവരും ഗണപതി ഹോമത്തിന് ഉപയുക്തമാക്കുന്ന മന്ത്രങ്ങൾ നിശ്ചയമില്ലാത്തവരും ശബരിമല തന്ത്രിയായിട്ടുണ്ട് എന്ന് ഇക്കാര്യത്തെക്കുറിച്ച് സമഗ്രമായി പഠിച്ച ജസ്റ്റിസ് പരിപൂർണൻ എഴുതിയ കാര്യവും ഓർക്കുക. ശബരിമല തന്ത്രിമാർക്ക് തന്ത്രവിദ്യയിൽ വിജ്ഞാനവും പരിശീലനവും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത തന്ത്രികളുടെ നിയമനാധികാരിയായ ദേവസ്വം ബോർഡിനുണ്ട്. തന്ത്രികളെ നിയമിക്കാൻ അധികാരമുണ്ട് എങ്കിൽ തന്ത്രികളെ നീക്കാനും നിയമനാധികാരികൾക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് തന്ത്രി കുടുംബം എന്ത് തീവെട്ടിക്കൊള്ള ചെയ്താലും അവരെ തൽസ്ഥാനത്ത് നിന്നും മാറ്റാൻ പാടില്ല എന്ന വാദം യുക്തിസഹമല്ല എന്ന് മാത്രമല്ല അതിന് നിയമസാധുതയുമില്ല. ആയതിനാൽ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ശരിയായൊരു തീരുമാനമെടുക്കണം. ക്രിമിനൽ കേസിൽ നടപടികൾ നേരിടുന്ന പ്രതികൾ നിർദ്ദേശിക്കുന്ന ആരെയും അവരുടെ യോഗ്യതകൾ പരിഗണിക്കാതെ കുടുംബ പാരമ്പര്യം മാത്രം നോക്കി നിയമിക്കാനുള്ള ഒരു ബാധ്യതയും ദേവസ്വം ബോർഡിനില്ല.